ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗഗേഹം. ഹല്ലേലൂയ. തീരുമെൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗഗേഹം. ഭാരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു ആറുതൽ പേടും ഞാൻ. നേരോടെ ജീവിച്ചു ആറുതൽ പേടും ഞാൻ. തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗഗേഹം. ഹല്ലേലൂയ. ആമേൻ. തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗഗേഹം. ഹല്ലേലൂയ. ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. ബോട്ടിൽ ഞാൻ കയറിയിടും പാട്ടോടെ യാത്രയ്ക്കായി. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. കോട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും. തീരുമൻ ദുഃഖം വിലാപം ചേരും ഞാൻ സ്വർഗഗേഹം. ഹല്ലേലൂയ. തീരുമൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗഗേഹം. ഹല്ലേലൂയ. ചിന്തിക്കുകിൽ എന്തു മനോഹരം. ചിന്തിക്കുകിൽ സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും. സന്തോഷദേശമേ നിന്നിൽ ഞാൻ ചേർന്നിടും. തീരും എൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗഗേഹം. ഹല്ലേലൂയ. തീരും എൻ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗവേഗം. ഹല്ലേലൂയ. Bereaving families, brothers and sisters in Christ, we have gathered together by this grave site to bury the deceased body of our dear brother, late Saminos. He is rejoicing up in heavenly place, but it is our duty to bury the mortal remaining of our dear brother in this grave site. As we all know, most of the interment service has been done on August 26th there at our sanctuary. What we are going to do today is only the very last segment of the interment service. Shall we start it with a word of prayer? Pastor Thomas Sam will lead us in prayer. സർവാശ്വാസത്തിന്റെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ പകൽക്കാലത്തിനായി ഞാൻ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും ഭാരവും വേർപാടിൻ്റെ വേദനയാൽ ഭാരപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ തന്നിരിക്കുന്ന ദിവ്യമാകുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങൾ കൊടുത്തിരിക്കുന്ന സമാധാനത്തിനായി ഞങ്ങൾ വാഴ്ത്തുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും അരുൾ ചെയ്ത് മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങൾ യാത്ര ചെയ്യുവാൻ അവരുടെ വലങ്കരം പിടിച്ച് വഴിയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ സമയത്തിലായിരിക്കുന്നു. കർത്താവ് കരുതി വന്നിരിക്കുന്ന എല്ലാവരെയും ദിവ്യമാകുന്ന സമാധാനവും സന്തോഷവും പ്രത്യാശവും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിവാൻ നിന്റെ ദാസനെ അധികാരപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. മാനവും മൗത്തും അവിടെ നിർത്താതെ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ഗ്രേവ് സൈറ്റിൽ
നമ്മുടെ പ്രിയപ്പെട്ട പലരും കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കാൻ കൊതിച്ചുകൊണ്ട് വിശ്രമിക്കുന്ന സെമിത്തേരിയാണ്. പ്രിയപ്പെട്ട സാമീനോസിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ പൊന്നമ്മ തൊട്ടടുത്ത് വിശ്രമിക്കുകയാണ്. പ്രിയ സാമീനോസിനെ പോലെ ദൈവദാസിയും കർത്താവിനെ കൈക്കൊണ്ട് ആ വലിയ പ്രത്യാശയോടുകൂടി ജീവിച്ച ദൈവഭക്തയായിരുന്നുവല്ലോ. ദൈവദാസൻ സ്വർഗത്തിൽ വളരെയധികം സന്തോഷിക്കുകയും കർത്താവിൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നാം ഇപ്പോൾ ഇവിടെ ചെയ്യുവാൻ പോകുന്നത് ഈ മോർട്ടൽ റിമൈനിങ് ഇവിടെ ബെറി ചെയ്യുക എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ പാസ്റ്റർ P.I. എബ്രഹാം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കും. പാസ്റ്റർ P.I. എബ്രഹാം വായിക്കുന്നതായിരിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. വളരെ ശ്രദ്ധയോടുകൂടെ ഈ വേദഭാഗങ്ങൾ കേൾക്കുകയും നമ്മുടെ പ്രത്യാശയെ പുതുക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊള്ളുന്നവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്ന് ദൂതഗണങ്ങളോടുകൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിൽ വിശ്രമിക്കുന്നവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സാമീനോസും ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശം തന്നിരിക്കുകയാണ്. എന്തു ഭാഗ്യകരമായ പ്രത്യാശയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആ യഹോവയായ ദൈവം ആദാമിനോട് പറയുകയാണ്, ആദാമേ, നിന്നെ ഈ പൊടിയിൽ നിന്ന് എടുത്തു, നീ പൊടിയിലേക്കു തന്നെ മടങ്ങിച്ചേരും. ഇതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട മകൻ്റെ ഈ മൃതശരീരം ഈ പൊടിയിലേക്ക്, ഈ സെമിത്തേരിയിലേക്ക് നാം ചേർക്കുവാൻ പോകുകയാണ്. എന്നാൽ ഹല്ലേലൂയ, കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇപ്പോൾ കേട്ടതുപോലെ വിണ്മയമായ ശരീരത്തോടുകൂടെ ഈ ദൈവദാസൻ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ കൈക്കൊണ്ടവർ കർത്താവിനെ എതിരേൽപ്പാൻ ഒന്നിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും നാം അങ്ങനെ കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദര സാമീനോസേ, നീ പോയിക്കൊള്ളുക. നിന്റെ കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി മേടിപ്പാൻ വേഗം നീയും എഴുന്നേറ്റ് വരിക. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ സാമീനോസിൻ്റെ മൃതശരീരത്തെ ഈ സെമിത്തേരിയിൽ സംസ്കരിക്കുന്നു. പോയി വിശ്രമിക്കുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി മേടിപ്പാൻ എഴുന്നേറ്റ് വരിക. നീ പൊടിയാകുന്നു, പൊടിയിലേക്കു തന്നെ വീണ്ടും ചേർക്കുന്നു. ഈ സന്ദർഭത്തിൽ ഒരു പാട്ടിൻ്റെ ഈരടികൾ നാം പാടുന്നതായിരിക്കും.
നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാൻ. ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം ശോഭിതത്തിൽ നാൾ പാർത്തലേ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. പ്രിയമുള്ളവരെ, പേർ വിളിക്കുമ്പോൾ നമ്മുടെ പേരും കാണുന്നതിനാൽ നാം ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. അവിടുത്തെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി ജീവിക്കാം. ഈ സന്ദർഭത്തിൽ കർത്താവിൻ്റെ ദാസൻ ഫാസ്റ്റർ ഷിബു തോമസ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുകയും പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞ് പോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാകുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ വീണ്ടും അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മെ വിട്ട് നിത്യത്തിലേക്ക് വാങ്ങിപ്പോയ പ്രിയ സഹോദരനീനോസ് അവരുടെ മൃതശരീരത്തെ പ്രത്യാശയോടും ദൈവിക സഭയുടെ ആദരവോടും കൂടെ ഈ മണ്ണിൽ ഇന്ന് പകൽക്കാലം മറവ് ചെയ്യുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരികയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ താൻ വിശ്രമിച്ച് സന്തോഷിക്കുന്നു. തൻ്റെ സഹധർമ്മിണിയോടും മകനോടും ഒരുമിച്ചുള്ള ആ കൂട്ടായ്മ അവിടെ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു. ഈ മണ്ണിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഓർത്ത് നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാം. പ്രിയ ലെസ്ലിക്കായി, കുഞ്ഞുങ്ങൾക്കായി, ജോസിനായി പ്രാർത്ഥിക്കാം. റിൻസിയെയും പൈതലിനെയും ഓർക്കാം. സഹോദരങ്ങൾ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, സഭാജനങ്ങൾ, സുഹൃത്തുക്കൾ, കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ഈ സെമിറ്ററി വിട്ടു പോകുമ്പോൾ ക്രിസ്തുവിലുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളം നിറയേണ്ടതിന് കേൾക്കപ്പെട്ട വചനങ്ങളും നാം അലളിയ വായിച്ചു കേട്ട അലളിയ വേദഭാഗങ്ങളുമൊക്കെ
നമ്മുടെ പരിശുദ്ധ ഹൃദയത്തെ ദൈവം ഒരിക്കൽ കൂടി ഉറപ്പിക്കുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ ഞങ്ങളുടെ തല വണക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യ പദവിക്കും പ്രത്യാശയ്ക്കുമായി സ്തോത്രം. മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണ് വിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഇമ്പകരമായ പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ ഉള്ളം നിറയുന്നുവല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിട്ട് വാങ്ങിപ്പോയ പ്രിയ പിതാവിൻ്റെ മൃതശരീരത്തെ ഭക്തിയോടും ആദരവോടും ദൈവിക പ്രത്യാശയോടും കൂടെ ഈ മണ്ണിൽ മറവ് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഭക്തന്മാരായ നിന്റെ ദാസിദാസന്മാർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കാഹളം ധ്വനിക്കുമ്പോൾ അക്ഷയരായി കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്ന സുദിനത്തിൽ പ്രിയ പിതാവും ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളം നിറയുകയാണ്. കടന്നു വന്ന ജനത്തിനായി സ്തോത്രം. ശുശ്രൂഷയെ അനുഗ്രഹിപ്പാൻ കർത്താവിൻ്റെ ദാസിനെ ബലപ്പെടുത്തിയല്ലോ, ദൈവദാസന്മാരെ കൂട്ടിവരുത്തിയല്ലോ. കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ജോസിനെയും ലെസ്ലിയെയും കുഞ്ഞുങ്ങളെയും റിൻസിയെയും പൈതലിനെയും സഹോദരങ്ങളെയും ചാർച്ചക്കാരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയിൽ വളരുവാൻ, ക്രിസ്തുവിൽ ഉറയ്ക്കുവാൻ, വചനത്തിൽ വേരൂന്നുവാൻ വരും ദിവസങ്ങളിൽ കർത്താവ് ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും പ്രിയ പിതാവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാനും അവർക്ക് ഭാഗ്യവും അനുഗ്രഹവും കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥകളും അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ ദൈവം തന്നതിനാൽ നന്ദി കർത്താവേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കണമേ. കർത്താവിലുള്ള വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിപ്പാൻ എളിയവരായ ഞങ്ങൾക്കെല്ലാവർക്കും കൃപയും കർത്താവ് ശക്തിയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിന്. ദൈവം താനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുമെന്നുള്ള വാഗ്ദത്തത്തെ ഒരിക്കൽ കൂടി ഞങ്ങൾ ഏറ്റുപറയുന്നു. എല്ലാ മഹത്വം കർത്താവിന്. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ജീവനുള്ളവർക്കും മരിച്ചവർക്കും പിതാവായ നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും എല്ലാ പ്രിയപ്പെട്ടവരും വാത്സല്യ ഭവനത്തോടും കൂടി വന്ന വിശുദ്ധന്മാരോടും കൂടെ കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ സെമിറ്ററിയിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ച ജയത്തിനായി ഉച്ചത്തിൽ കർത്താവിന് മഹത്വം കൊടുക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എല്ലാ ശുശ്രൂഷയിലും സെമിറ്ററിൽ ഈ ശുശ്രൂഷയിലും സഹകരിച്ച എല്ലാവർക്കും വിശേഷാൽ നന്ദി. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു. താങ്ക് യു. You can put the flowers.